പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്ന പാഠഭാഗം 3ലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 പാഠഭാഗങ്ങളിലായി നമ്മൾ പഠിച്ചത് എങ്ങനെ ഒരു ബ്ലോഗ് ഉണ്ടാക്കാമെന്നും ആ ബ്ലോഗ് എങ്ങനെ ഒരു ഡൊമൈൻ നെയിമുമായി ബന്ധിപ്പിക്കാമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ ആ വെബ്സൈറ്റിന് എങ്ങനെ ഒരു തീം അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ നൽകാം എന്നാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ വെബ്സൈറ്റും നോക്കുമ്പോൾ ഓരോന്നിനും വെവ്വേറെ ഡിസൈനുകളാണ്. അത്തരം ഡിസൈനുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ ലഭ്യമാണ്. സ്വന്തമായിട്ട് ഒരു തീം ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. ഇന്നത്തെ കാലത്ത് ആരും കസ്റ്റം തീമുകൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് കുറവാണ്. നിങ്ങൾക്ക് ഫ്രീ ആയി നെറ്റിൽ കിട്ടുന്ന ഒരു തീം നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എങ്ങനെ ചേർക്കാം എന്നാണ് ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് ബ്ലോഗർ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഒരു ബ്ലോഗിന് ഗൂഗിൾ നൽകിയിരിക്കുന്ന തീമുകൾ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറ്. എന്നാൽ നമുക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിക്കുന്ന നല്ല സ്റ്റൈലൻ തീമുകൾ നിങ്ങളുടെ വെബ്സൈറ്റിനും ആഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. blogger.comൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗുകൾ ഇതുപോലെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് ബ്ലോഗിൻ്റെയാണോ തീം മാറ്റേണ്ടത്, തീം എന്ന് പറയുമ്പോൾ സ്റ്റൈൽ, അത് മാറ്റേണ്ടത്, അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ രതീഷ് ആർ മേനോൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഇടതുഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു, ഇതിൻ്റെ മെനു എല്ലാം കാണാമെന്ന്. അതിൽ നിന്നും ടെംപ്ലേറ്റ് എന്നത് സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലൈവ് ഓൺ ബ്ലോഗ് എന്നും മൊബൈൽ എന്നും 2 സെക്ഷൻ കാണാൻ സാധിക്കും. ഇത് ലൈവ് ഓൺ ബ്ലോഗ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ബ്ലോഗ് ഒരാൾ എടുക്കുമ്പോൾ എങ്ങനെയാണോ ആ ബ്ലോഗ് കാണുക അതിൻ്റെ സ്റ്റൈലായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. ഇനി മൊബൈലിൽ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇതുപോലെ മറ്റൊരു ലേഔട്ട് ആയിരിക്കും. ഇന്ന് ഒട്ടുമിക്ക വെബ്സൈറ്റുകളും റെസ്പോൺസീവ് എന്ന ഒരു രീതിയിലാണ് അതിൻ്റെ തീമുകൾ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. റെസ്പോൺസീവ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു തീമും മൊബൈലിൽ അല്ലെങ്കിൽ ടാബിൽ ഉപയോഗിക്കുമ്പോൾ വെവ്വേറെ തീമുകളും ലോഡ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതേസമയം ഈ തീമുകൾ നെറ്റിൽ നിന്നും ചിലപ്പോൾ റെസ്പോൺസീവ് ആയാലും റെസ്പോൺസീവ് അല്ലാത്തതായാലും നെറ്റിൽ നിന്നും ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കുന്നതാണ്. അത്തരം ഒട്ടനവധി വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് ബ്ലോഗർ തീം എന്നും പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത്തരം വെബ്സൈറ്റുകൾ ലഭിക്കും. അതിൽ നിന്നും നമുക്ക് തീമുകൾ ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് തീമിൻ്റെ സ്റ്റൈൽ മാറ്റാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ബ്ലോഗിൻ്റെ ഇപ്പോഴത്തെ സ്റ്റൈൽ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ വ്യൂ ബ്ലോഗ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ടാബിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ബ്ലോഗ് കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ ബ്ലോഗിൻ്റെ പേര് രതീഷ് ആർ മേനോൻ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ലിങ്ക് ഋതുനന്ദ.blogspot.in എന്നാണ്. ഇത് രണ്ടും വെവ്വേറെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പിന്നീട് നിങ്ങൾ ടൈറ്റിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്ലോഗിൻ്റെ നിലവിലുള്ള തീം ഇങ്ങനെയാണ്. ഇത് നമുക്ക് മാറ്റി മറ്റൊരു സ്റ്റൈലിലേക്ക് ആക്കാൻ സാധിക്കും. നമുക്ക് ധാരാളം വെബ്സൈറ്റുകളിൽ ഇതുപോലെയുള്ള തീമുകൾ ഫ്രീ ആയിട്ട് ലഭിക്കും. നമുക്ക് അവയിലേക്ക് മാറ്റുന്നതിന് ആ സൈറ്റിൽ നിന്നും തീമുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണം ഇവിടെ ഒരു തീം ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഡൗൺലോഡ് എന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക ഒരു കംപ്രസ്ഡ് ഫോർമാറ്റിലുള്ള തീമായിരിക്കും. നമുക്കതൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. നോക്കുക, ഇത് ഒരു സിപ്പ് ഫയലായിട്ടാണ് നമുക്കിവിടെ സേവ് ആവുന്നത്. സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം അത് സേവ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ആക്കി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ തീം അത് സിപ്പ് ഫയലാണല്ലോ, അത് എക്സ്ട്രാക്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വിൻറാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതുപോലെ എക്സ്ട്രാക്ട് ഹിയർ എന്ന് കാണിക്കുക. അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് അത് നമ്മുടെ മറ്റൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തിടണം. ഇവിടെ എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ തന്നെ അതൊരു ഫോൾഡറായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ നമുക്ക് ഇതുപോലെ അവർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തരുന്ന ഫോൾഡറുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ടെംപ്ലേറ്റ് എന്നതിലായിരിക്കും നോക്കുക ഒരു XML ഫയൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫയലാണ് നമ്മുടെ തീമിൻ്റെ സ്റ്റൈല് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ബ്ലോഗർ തീമിൻ്റെ കൺട്രോൾ പാനലിലേക്ക് പോകാം. ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നതിന് വലതുഭാഗത്തായിട്ട് മുകളിൽ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ നിലവിലുള്ള തീം അത് ബാക്കപ്പ് ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും.
കാരണം നമ്മൾ പുതിയതായിട്ട് ഒരു തീം ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ ഫ്രീ കിട്ടുന്നതാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എറർ ഉണ്ടായേക്കാം, ചിലപ്പോൾ നമ്മുടെ തീമിൻ്റെ സ്റ്റൈലൊക്കെ മാറിയിരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. പഴയതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലോഗറിൽ തന്നെ തരാത്ത ഒരു തീമാണ് നിങ്ങൾ മുൻപ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം നിങ്ങൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെപ്പോഴും ബാക്കപ്പ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ബാക്കപ്പ് അല്ലെങ്കിൽ റീസ്റ്റോർ എന്നത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ഫുൾ ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഫ്രീ ആയി കിട്ടുന്ന തീം ഡൗൺലോഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ തീം ഒരു XML ഫയലായിട്ട് സേവ് ചെയ്യാനും സാധിക്കും. ഇത് നമ്മുടെ ബ്ലോഗിൽ ഇപ്പോൾ നിലവിലുള്ള തീമാണ്, അത് ഇവിടെ നമ്മൾ സേവ് ചെയ്യാണ്, അത് XML ഫോർമാറ്റാണ്. ഇത് ഭാവിയിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ, അതായത് പഴയ തീമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ താഴെയായിട്ട് നമുക്ക് ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ചൂസ് ഫയൽ എന്നത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത തീം, അതായത് ഫ്രീ ആയി കിട്ടിയ തീം മിനിമ എന്ന പേരിലുള്ളതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്, ആ തീമിൽ ടെംപ്ലേറ്റ് എന്ന ഫോൾഡറിൽ ഇതുപോലെ ഒരു XML ഫയൽ കാണാൻ സാധിക്കും. നോക്കുക, മിനിമ കളേർഡ് 3G മാക്സ് സ്റ്റൈൽ എന്നത്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക, തുടർന്ന് ഓപ്പൺ എന്ന് കൊടുക്കുക, അതിനുശേഷം അപ്ലോഡ് എന്ന് കൊടുക്കുക. സ്വല്പ നേരത്തിനുള്ളിൽ ആ തീം നമ്മുടെ ബ്ലോഗിലേക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആ തീം അപ്ലോഡായി സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ തീം മാറിയിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ബ്ലോഗ് ഒന്ന് എടുത്തിട്ട് റീലോഡ് ചെയ്ത് നോക്കാം. നോക്കുക, ബ്ലോഗിൻ്റെ സ്റ്റൈലുകൾ എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ സ്വല്പം ഞാനും തിരക്കിലാണ്, അതുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വീഡിയോയിലും ഉൾക്കൊള്ളിക്കുന്നില്ല. ചെറുതായിട്ടുള്ള വീഡിയോകളായിരിക്കും ഇനിമേൽ പോസ്റ്റ് ചെയ്യുക. തീമുകൾ മാറ്റാൻ പഠിച്ചു. അടുത്തതിൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ പഠിക്കാം. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവുകൾ മലയാളം വീഡിയോകളായി മനസ്സിലാക്കാനും അവ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കാനും ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം കാണുന്ന ഫോളോ എന്നതിൽ പ്രസ് ചെയ്ത് സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് വലതുവശത്ത് കാണുന്ന 3 ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എന്നത് സെലക്ട് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാം നീല ഐക്കണൽ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുകൂടി ഉറപ്പാക്കുക. തുടർന്ന് എന്നും പുതിയ പോസ്റ്റുകൾ ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെത്തും.